ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അങ്ങനെ പറയുന്നതിനെക്കാട്ടിലും നല്ലത് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ഒരു ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇറാനിലെ മത നേതൃത്വത്തെ തകർക്കുക എന്നുള്ളതാണ്. ഖമനേയിയുടെ മരണത്തോടെ ഇസ്രായേൽ അവരുടെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇതിൽ തലകൊണ്ട് പൂഴ്ത്തി വെച്ചിരിക്കുന്ന അമേരിക്ക ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അമേരിക്ക തന്നെ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്റെ കൂടെ ഇരിക്കുന്ന സെക്രട്ടറിയെ നോക്കി, നീയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്, നീ തന്നെ ഇതിനൊരു പോംവഴി പറഞ്ഞു തരൂ, അല്ലെങ്കിൽ സ്പീക്കപ്പ് എന്നാണ് ട്രംപ് കൃത്യമായി അയാളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ട്രംപ് അസ്വസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ യുദ്ധം ഇപ്പോൾ വലിയ രീതിയിൽ എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ലോകത്ത് എല്ലായിടത്തുമുള്ള പ്രതിസന്ധി മുഴുവനും ഇന്ത്യയിലാണെന്ന് പറഞ്ഞാണ് ഇവിടെയുള്ള കമ്മി സുഡാപ്പി ആൾക്കാരുടെ നിലവിളി എന്ന് പറയുന്നത്. LPG ഇന്ത്യയിൽ കിട്ടാനില്ല, ഇന്ത്യയിൽ എണ്ണ പ്രതിസന്ധിയുണ്ട്, വാതക പ്രതിസന്ധിയുണ്ട്, ഇന്ത്യയിൽ ഇല്ലാത്ത പ്രതിസന്ധി ഒന്നുമില്ല. ഇറാനിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും നെഞ്ചത്തടിയും നിലവിളിയും മുഴുവൻ ഇന്ത്യയിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും അങ്ങനെ നെഞ്ചത്തടിക്കുന്നവരും നിലവിളിക്കുന്നവരും ഇവരുടെ പിതൃസ്ഥാനത്ത് കണ്ടിരിക്കുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ചോറ് തിന്നുകൊണ്ട് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. കാരണം പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധമൊന്നിനും പരിഹാരമല്ലാതെ നിർത്തണമെന്ന് പറഞ്ഞ് ഇവർ നിലവിളി തുടങ്ങിയതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ അടികൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യക്ക് തിരിച്ച് അടി കൊണ്ടിരുന്നുവെങ്കിൽ ഇവർ യുദ്ധം നിർത്താനുള്ള ആ ഒരു വാദം പറയില്ലായിരുന്നു. എന്തായിരുന്നാലും ആ പാകിസ്ഥാനിൽ ഇപ്പോൾ പെട്രോൾ വില ലിറ്ററിന് 322 രൂപയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ പെട്രോൾ വില നരേന്ദ്രമോദി പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2014 നരേന്ദ്രമോദി വന്നപ്പോൾ പെട്രോൾ വില കുറയ്ക്കൂ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്ന, മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ഇവർ ഇപ്പോൾ പെട്രോൾ വിലയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 6-ാം തമ്പുരാനിലെ ഒരു ഡയലോഗ് ഉണ്ട്, ഗോവിന്ദൻ കുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇവർ പെട്രോളിനെ കുറിച്ച് മിണ്ടുന്നില്ല. പാകിസ്ഥാനിൽ 322 രൂപ പെട്രോളിനായി കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ പെട്രോളിന് വില കൂടുന്നില്ല എന്ന കുറയുന്ന ലക്ഷണം കാണുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതും ഈ ഇറാനും ഇസ്രായേലും അമേരിക്കയും അടക്കം യുദ്ധം നടത്തി ലോകമെമ്പാടും എണ്ണ പ്രതിസന്ധി വർദ്ധിച്ചു നിൽക്കുന്ന അമേരിക്കയിൽ പോലും പെട്രോൾ വില ഡോളറിന് കുതിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഈ വില പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ ഈ പെട്രോൾ വില വലിയതായി കൂടിയതോടുകൂടി ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ കലാപത്തിനുള്ള സാധ്യതയാണ് പാകിസ്ഥാനിൽ കാണുന്നത്. എന്തായിരുന്നാലും ജനങ്ങളോട് ക്ഷമയോടെ ഇരിക്കണമെന്ന് കൈകൂപ്പി അപേക്ഷിക്കാൻ മാത്രമേ അവിടെയുള്ള ഷഹബാസ് ഷെരീഫിന് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏത് നിമിഷവും ഷഹബാസ് ഷെരീഫ് അവിടെയുള്ള ജനങ്ങളുടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ പറ്റൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.